ദൈവമേ, ഈ കാശ്മീരിലൊക്കെ ഉള്ളവരൊക്കെ എങ്ങനെ ഈ തുണി കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുള്ള. എടി മണ്ടി, അവര് കുളിക്കാറും നനയ്ക്കാറൊന്നുമില്ല. ആണോ? അവിടെയാണ് ജനിച്ചാ മതിയായിരുന്നു. അവിടെ തണുപ്പല്ലേ? അത് തന്നെ പറഞ്ഞ അവിടെയാണ് ജനിച്ചാ മതിയായിരുന്നു. അലക്ക്. എന്തോ ഉണ്ടായിരുന്നു? അമ്മയ്ക്ക് ടൂർ പോകാനുള്ള പുതപ്പ് അലക്കി കൊടുക്കണതാ. ഇതൊക്കെ വേറെ പണിയൊന്നുമില്ലേ? പിന്നെ അമ്മയ്ക്ക് ടൂറിന് കൊണ്ടുപോകാനുള്ള പുതപ്പ് ഞങ്ങളല്ലാണ്ട് അച്ഛമ്മയുടെ കെട്ടിയുമ്പോ അലക്കൂ. എന്താ പറഞ്ഞ? അല്ല, ഞങ്ങൾ അലക്കുവല്ലേന്ന്. എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്ത് മനസ്സിലാവുന്നുണ്ട്? എടി, നിങ്ങളുടെ അമ്മ ടൂറിന് പോയ ഇവിടുത്തെ പണിയൊക്കെ ആര് ചെയ്യും? അച്ഛമ്മ ചെയ്യണം. 2 ദിവസമല്ലേ ഉള്ളൂ. ഞാൻ ചെയ്യണമെന്നോ? പിന്നെ അയ്യോ, ഇത്ര ദിവസം അമ്മയല്ലേ പണിയൊക്കെ ചെയ്തോണ്ടിരുന്നേ. അമ്മയ്ക്ക് വന്നേ, അച്ഛമ്മ നേരിട്ട് തന്നെ ചോദിക്കാം അമ്മ എടുത്ത്. എടി, നീ ടൂറിന് പോയാലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നത്? അല്ല, അപ്പൊ ഞാൻ ചത്തുപോയാൽ ആര് നോക്കും? എന്റെ മോനെ കൊണ്ട് നല്ല സുന്ദരി പെണ്ണിനെ ഞാൻ കല്യാണം കഴിപ്പിക്കും. അച്ഛമ്മ വെറുതെ ഓരോന്ന് പറഞ്ഞ അമ്മേനെ ടെൻഷൻ അടിപ്പിക്കലേട്ടാ. അല്ലെ, എനിക്കെന്ത് ടെൻഷൻ വന്നിനി? നാട്ടിലെന്താ പെണ്ണുങ്ങൾ നിരന്ന് നിൽക്കുന്നുണ്ടാ? ആ, അത് ചിലപ്പോ നിക്കുന്നുണ്ടാവും. അച്ഛൻ ഇപ്പോഴും ഭയങ്കര യങ്. എനിക്ക് പുതിയ അമ്മേനെ ആവശ്യമുണ്ടോ? ആ, എനിക്കത് പുഷ്പിത മതി. എനിക്ക് കൊള്ളാം. എടി, നീ ഊട്ടിക്ക് ടൂറ് പോയാലേ എന്റെ സാക്ഷര ക്ലാസ് ഒന്നും എനിക്ക് മുടക്കാൻ പറ്റില്ല. എനിക്ക് കൃത്യസമയത്ത് ചോറും കറിയൊക്കെ ഉണ്ടാക്കണം. അതല്ലേ അമ്മയുടെ പ്രശ്നം. അതിനല്ലേ 2 മക്കൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത്. എന്താ, നിങ്ങള് അച്ഛമ്മയുടെ കൊച്ചുമക്കളല്ലേ? കൊച്ചുമക്കളൊക്കെയാണ്. ഞങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല അച്ഛമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാനൊന്നും. കൊച്ചുമക്കളാണെങ്കിൽ അച്ഛമ്മയുടെ കാര്യങ്ങള് കൃത്യം ചെയ്തിട്ട് സ്കൂളിൽ വിടേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തം. അച്ഛമ്മ സ്കൂളിൽ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. എന്തോടി പറഞ്ഞത്? ഇല്ല, അച്ഛമ്മയെ ഞങ്ങൾ സ്കൂളിലേക്ക് ഒരുക്കി വിടുവെന്ന് പറഞ്ഞതാ. പണ്ട് കാലത്ത് ഈ അച്ഛമ്മയാ നിങ്ങളെ സ്കൂളിലൊക്കെ ഒരുക്കി വിട്ടത്. അതൊക്കെ നിങ്ങൾ മറന്നുപോയി. എടി, ഇവറ്റകൾക്ക് അതുവല്ല അറിയാവോ? അല്ല അമ്മ, അന്നേരമൊക്കെ ഇവര് ചെറുതല്ലേ, ചിലപ്പോ പിള്ളേര് മറന്നുപോയതായിരിക്കും. എന്നാൽ ഇപ്പൊ ഇവര് ഒരുക്കി വിടും അല്ലേ? ആ, ഒന്ന് ഉറച്ചു പറ. ആ, ഒരുക്കി വിടാം. ഇപ്പൊ അമ്മയുടെ ടെൻഷൻ മാറിയല്ലോ. മാറിയെന്ന് പറ. ആ, എന്നാ പിന്നെ എനിക്കൊരു ഗൂഗിൾ മീറ്റിംഗ് ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോയിട്ട് അതൊന്ന് അറ്റൻഡ് ചെയ്യട്ടെ. ഗൂഗിൾ മീറ്റിംഗാ? ആ, എന്ത് ഗൂഗിൾ മീറ്റിംഗ്? നമ്മളെല്ലാരും ടൂർ പോകുന്നവര് ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു മീറ്റിംഗ് ആക്കിയിട്ടുണ്ട്. ആ, അതിൽ ഞാൻ പങ്കെടുക്കണ്ടേ? ആ, ശരി. എടി മക്കളെ, നിന്റെ അമ്മയുടെ ഈ ടൂറൊന്ന് ആ പോക്കങ്ങ് മുടക്കാങ്കിലേ ഞാൻ നിങ്ങൾക്ക് 2 പേർക്കും നല്ല ഒന്നാന്തര ചുരിദാർ മേടിച്ചു തരാം. ഇങ്ങനെ ചീപ്പാവല്ലേ അച്ഛമ്മ? എടി, ഞാൻ ഉള്ളതാ പറഞ്ഞു, നല്ല പളപളന്ന് തിളങ്ങുന്ന ചുരിദാര്. വേണ്ട. ഒരു സാധനം ഇനിയുള്ള കാലത്ത് എന്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് എന്റെ പൊന്നു മക്കള് 2 വിചാരിക്കണം കേട്ടോ. ഞാൻ എന്റെ സജുവിനെല്ലാം മേടിച്ചെടുത്തു. കൊടുക്കൂടി. അച്ഛമ്മേ, എനിക്ക് അടി തരാവോ? അച്ഛമ്മേന്റെ മേക്കപ്പ് ഇടുന്നു എന്ന് പറഞ്ഞിട്ട് വന്നേരം കേട്ടോ. തരാം. അച്ഛമ്മക്ക് ഞങ്ങളുടെ ആവശ്യം വരുമല്ലോ, അപ്പോഴും ഞങ്ങൾ കാണിച്ചു തരാം. നിങ്ങളുടെ ആവശ്യം എനിക്ക് എന്നാ ഉള്ള ഒന്നും നിങ്ങൾ എനിക്ക് ചെയ്തു തരാറില്ല. അല്ലെങ്കിൽ ഞങ്ങക്ക് കുറെ ഉരുട്ടി തരാറുണ്ടല്ലോ, എന്തെങ്കിലും മേടിച്ചു തരാറുണ്ട്. അതുപോലെ കാര്യം സാധ്യത്തിന് മാത്രം. രണ്ടും കണക്കാ. കണക്കാ. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തള്ളയുടെ സൈഡിൽ നിൽക്കോളെന്ന് എനിക്കറിയാം. പിന്നെ ഞങ്ങള് ഞങ്ങളുടെ തള്ളയുടെ അല്ലാണ്ട് വേറെ വല്ലവരെയും സൈഡ് നിൽക്കാൻ പറ്റുമോ? എല്ലാത്തിനെയും ഞാൻ ഇവിടെ ഇറക്കി വിടും. അപ്പൊ എന്നാ ചെയ്യും? ഞാനും എന്റെ മോനും കൂടെ ഇവിടെ അന്തസ്സായിട്ട് താമസിക്കുകയും ഒരു പെണ്ണിനെയും കെട്ടിക്കും. ഞങ്ങള് നാട്ടുകാരോടൊക്കെ പറയും ഞങ്ങളെ അച്ഛമ്മ ഇറക്കി വിട്ടു എന്ന് പറയും. അപ്പോഴോ നാട്ടുകാർക്കൊക്കെ എന്നെ നന്നായിട്ട് അറിയാവുന്ന. അതന്നെയാ പറഞ്ഞ, നന്നായിട്ട് അറിയാവുന്നതാ. അച്ഛമ്മ ഇറക്കി വിട്ടാലേ ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്നും നടക്കത്തില്ല. ഒരു വേലക്കാരെ വെക്കൂടി അങ്ങനെയാണെങ്കിൽ. 10 വയസ്സ് ഇറക്കില്ല, എന്നിട്ട് വേലക്കാരെ വെക്കും. അതിന് കുഴപ്പമില്ല. അച്ഛൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കണ്ട, അച്ഛൻ ഒന്നും ചെയ്യാൻ പോണില്ല. ഞാൻ പറഞ്ഞ എന്റെ മോൻ കേൾക്കും. എനിക്കറിയാം അവനെ പെറ്റവള് ഞാനാ. ഞങ്ങളുടെ അച്ഛനും കൂടിയാ, ഞങ്ങൾക്കും അറിയാം. നിങ്ങളുടെ എന്റെ മകൻ കഴിഞ്ഞിട്ടല്ലേടി നിങ്ങളുടെ അച്ഛനുള്ളൂ. നിങ്ങൾ ഇവന്റെ ഭർത്താനൊന്നും പറഞ്ഞോട് വളം വേണ്ട കേട്ടോ. കൃഷ്ണേ, പെട്ടെന്ന് അലക്കി തീർത്തിട്ട് അകത്തി വരികേ. സോറി, ഞങ്ങൾ ബിസിയാ. അച്ഛമ്മ പോ, കാര്യമൊന്നും നടക്കില്ല. കേട്ടോ, നിനക്കിട്ടും ഞാൻ തരൂരി. എന്തിന്റെ കേടാണ്?